നമുക്ക് എന്തായാലും ഒരു അത്ഭുതം നടക്കും, നമുക്ക് ശക്തിയായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 7-ാം തീയതിക്ക് ഡേറ്റിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 13-ാം തീയതി എന്ന് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി. ഞാൻ ആരോടും പക്ഷെ ആ തീയതിയെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ വീണ്ടും മണിക്കൂറുകളോളം ബൈബിൾ വായിച്ചും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ഐസിയുവിന് മുന്നിലായതുകൊണ്ട് തിരിതെളിച്ച് പ്രാർത്ഥിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. പക്ഷേ 7ഉം 8ഉം 10ഉം പ്രാവശ്യം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 13-ാം തീയതി ഓരോ ദിവസവും 2 പ്രാവശ്യം മാത്രമേ ഐസിയുവിനുള്ളിലേക്ക് കയറ്റുകയുള്ളൂ. അവിടെ കയറുമ്പോൾ ഞാൻ ഈ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഈ അഭിഷേക തൈലവും ഉപ്പും എന്തെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായി. ആയതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇവളുടെ ശരീരത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം എന്ന് മനസ്സിലായതുകൊണ്ട്